അപ്പോൾ അങ്ങനെ മുർഷി വന്ന സന്തോഷത്തിലാണ് എല്ലാവരും. പക്ഷെ അതിൻ്റെ കൂടെ ഒരു സങ്കടം കൂടെ ഉണ്ട്. കാരണം കസിൻസ് എല്ലാവരും ഇന്ന് തിരിച്ച് വയനാട്ടിലേക്ക് പോവാണ്. അവർ ഓൾറെഡി പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ മുർഷി പറഞ്ഞു ഇന്ന് അവരെ കൊണ്ട് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലുലുവിലേക്ക് തന്നെ പോയി. മാളൂട്ടി മുർഷിയാണെങ്കിൽ ഫുൾ സെയിം ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗ്രീൻ കളർ ടോയ് മുർഷി വന്നപ്പോൾ മാളൂട്ടിക്ക് കൊണ്ടുവന്ന കേട്ടോ. എപ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവിടുന്ന് അവൻ കാണിച്ചു കൊടുക്കും. എപ്പോഴും അവൾ വരുമ്പോൾ അത് കൊണ്ടുവരണമെന്ന് പറയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് കൈ കിട്ടിയപ്പോൾ പിന്നെ ഫുൾ ടൈം കയ്യിൽ അതുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ഫസ്റ്റ് മാളൂട്ടിനെ കുറച്ച് ഗെയിംസിലൊക്കെ കയറ്റി. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സീറോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് അതിനകത്ത് കയറാൻ. പക്ഷേ ഇവരെല്ലാവരും ഭയങ്കര ധൈര്യം കാണിച്ച് കയറുന്നുണ്ടായിരുന്നു. ഇതിൽ കയറി കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ സ്ലോയിലിട്ട് കാണിക്കുകയാണ്. ഇതിൻ്റെ ശരിക്കും സ്പീഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ശരിക്കും സ്പീഡ്. അത് മാത്രമല്ല നമ്മളിത് കറങ്ങുന്ന സമയത്ത് നമ്മൾ എവിടെയും പിടിക്കാനും ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡ് പോലും നമ്മൾ കാലിൻ്റെ അടിയിൽ നിന്ന് മാറും കേട്ടോ. ആ ഒരു കാറ്റിൻ്റെ ഫോഴ്സിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അവള് കറി ഉമ്മാനെ കാണണം അങ്ങനെ അത് കഴിഞ്ഞ് ചെറിയൊരു റോളർ കോസ്റ്റർ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറിയിട്ട് ഞാൻ അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എനിക്ക് കണ്ടിട്ട് പേടിയായിട്ട് ഞാൻ കയറാത്തത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തല കുത്തി മറയുന്നൊക്കെയാണ് പേടിയുള്ളൂ. ഇങ്ങനത്തേലൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമാണെങ്കിലും ഞാനിങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കും. ഇതിൽ കയറിയപ്പോഴും എൻ്റെ ഒച്ച മാത്രമേ പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാളൂട്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ വലിയ ഗെയിംസിലൊക്കെ ഇപ്പോഴാണ് കയറുന്നത്. പക്ഷെ അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഡോളിന്റെ പേരെന്താണെന്നറിയാം? ഇതിന്റെ പേരാണ് ടൗസ്. വേറൊരു ഗെയിമിൽ കയറിയ ടൈമിൽ ഞാൻ ടൗസിനും അമ്മേന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാട്ടോ പോയത്. അങ്ങനെ കുറച്ച് ഗെയിമിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ നേരത്തി പോയിട്ട് അവൽ മിൽക്ക് കഴിക്കാൻ നേരത്തി. അതിൻ്റെ ഇടയിൽ പിസ്താച്ചിയോ കുനാഫ ചോക്ലേറ്റ് കണ്ടപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് അവൽ മിൽക്ക് കൂടെ കഴിച്ചു. അപ്പോഴേക്കും മാളൂട്ടി ഉറക്കം വന്നിട്ട് ആകെ മൂഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അവൾ എൻ്റെ മടി കിടന്ന് ഉറങ്ങി. കുഞ്ഞാവുമ്പോഴായിരുന്നു കേട്ടോ ഇങ്ങനെ മടിയിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പം അതിൻ്റെ ഷിപ്പ് ഇങ്ങനെ ഉറങ്ങിയപ്പോൾ എനിക്ക് അതിങ്ങനെ ഓർമ്മ വന്നു. അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ മാറ്റി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഒരു ഗെയിമിലും കൂടെ കയറ്റി. അതിൽ മോൾട്ടിയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. മാളൂട്ടിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇനി ഫുഡ് കഴിക്കാൻ എന്താണ് കഴിക്കാമെന്ന് ആലോചിച്ച് കുറേ ഡിസ്കഷനിലായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ മാളൂട്ടിക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മ 25 2 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ 9:40 ബസ്. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള മന്തിയൊക്കെ വന്ന് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുറേ നേരം യാത്ര പറിച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ മാളൂട്ടി എല്ലാവരുടെ അടുത്തും പോയി യാത്രയൊക്കെ പറഞ്ഞു. അവൾക്ക് മുർഷിയുള്ളതുകൊണ്ടാണ് പിന്നെയും അത്ര വലിയ പ്രോബ്ലം ഇല്ലാത്തത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരെ കൂടെ പോകണം എന്നും പറഞ്ഞ് ചിലപ്പോൾ വാശി പിടിച്ചത്. അങ്ങനെ അവർ തിരിച്ച് വയനാട്ടിലേക്ക് പോയി. ഞങ്ങൾ വീട്ടിലേക്കും പോന്നു.